ഇനിഷ്യലി ഞാൻ പണത്തിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞ് റിച്ച് ഡാഡ് എന്നൊരു ബുക്ക് സെലക്ട് ചെയ്തു. ആ ഒരു ബുക്ക് വായിച്ചു പോകുമ്പോഴാണ് ആ ഒരു ബുക്ക് കുറേ ബുക്കുകളായി കണക്ട് ചെയ്ത് ഏകദേശം 300ഓളം ബുക്കുകൾ ഞാൻ കൺസ്യൂം ചെയ്തു. സോ ഇപ്പോൾ ഒരാൾ തൻ്റെ അഡൽട്ട് ഫിനാൻഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഈ 300 ബുക്കുകളും ഒന്നിച്ച് പഠിക്കാനൊന്നും സമയമില്ല. അതുപോലെ തന്നെ മണി റൂൾസിനെല്ലാം പറയുന്ന കുറച്ച് ലിസ്റ്റ് എനിക്ക് വേണം. അതെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ പകുതി പ്രശ്നങ്ങളും സോൾവ് ആവണം. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ, ഇൻക്രീസിങ് ഇൻകം ഈസ് ബെറ്റർ ദാൻ ഇൻക്രീസിങ് സേവിങ്സ്. സേവ് ചെയ്യുന്നതാണോ ബെറ്റർ ഓപ്ഷൻ അതോ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതാണോ ബെറ്റർ ഓപ്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നേ പറയൂ. നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ സേവിങ്സ് വളരെ നല്ലൊരു കാര്യമാണ്. സേവിങ്സ് ചെയ്യരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സേവിങ്സ് നിങ്ങളുടെ ലൈഫിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരും. എന്നാൽ സേവിങ്സിനൊരു ഡ്രോബാക്ക് ഉണ്ട്. നിങ്ങൾക്ക് മാക്സിമം എത്ര സേവ് ചെയ്യാൻ സാധിക്കും എന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇൻകം 30,000 ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 30,000 സേവ് ചെയ്യാൻ സാധിക്കുള്ളൂ, അതും 1 രൂപ പോലും സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ. എന്നാൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് സേവ് ചെയ്യാതെ നിങ്ങളുടെ ഇൻകം അധികമായിരുന്നുവെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻകം 1 lakh ആണെങ്കിൽ അതിൽ നിങ്ങൾ 30,000 സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിൻ്റെ 30% മാത്രമായിരിക്കും നിങ്ങൾ സേവ് ചെയ്യുന്നത്. ഈവൻ നിങ്ങൾക്ക് വരുന്ന ഇൻകമിൽ 50,000 സേവിങ്സിന് മാറ്റിവെച്ച് 50,000 സ്പെൻഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിശുക്കി ജീവിക്കേണ്ട കാര്യമുണ്ടാവില്ല. ഈ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യും, എന്നാൽ അവരുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവർ ഫ്രീ ആയിട്ടിരിക്കാനായിരിക്കും പ്രിഫർ ചെയ്യുക. എന്നാൽ അങ്ങനെ ഇരിക്കാതെ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മൈൻഡിനെ അതിനായിട്ട് ആക്റ്റീവായിട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ ഇൻകം ഉണ്ടാക്കാം, ആ ഒരു സ്ഥലത്ത് എങ്ങനെ ഇൻകം ഉണ്ടാക്കാം എന്നിങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എന്നാൽ നിങ്ങൾക്കത് വാങ്ങിക്കാൻ സാധിക്കില്ല. സോ ഐ കാൺട്ട് അഫോർഡ് ഇറ്റ് എന്ന് പറയുന്നതിന് പകരം അതിനായിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാം, ഹൗ ക്യാൻ ഐ അഫോർഡ് ഇറ്റ് എന്ന് ആലോചിച്ച് സ്റ്റാർട്ട് ചെയ്യൂ. മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള സമയം കണ്ടെത്തി നമ്മുടെ ഇൻകം എങ്ങനെ ഇൻക്രീസ് ചെയ്യണമെന്ന് ആലോചിച്ചു തുടങ്ങൂ. ഈ ഒരു സ്റ്റേജിൽ നമ്മളുടെ കയ്യിലുള്ള മെയിൻ കറൻസി നമ്മുടെ എനർജി ആൻഡ് ടൈമാണ്. ഇത് രണ്ടും ഒന്നിച്ച് പ്രോപ്പറായി യൂസ് ചെയ്ത് നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങളെയെല്ലാം സോൾവ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ നമ്മുടെ ഇൻകം ഇൻക്രീസ് ആയാൽ നമുക്ക് നമ്മുടെ ചിലവെല്ലാം കഴിഞ്ഞ് വലിയൊരു എമൗണ്ട് സേവിങ്സിനായിട്ട് മാറ്റിവെക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ 1000s ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1000s റിട്ടേൺസ് കിട്ടുള്ളൂ. ആൻഡ് വലിയൊരു എമൗണ്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഒരുപാട് കാലങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് സേവിങ്സിനായി മാറ്റിവെച്ച് നിങ്ങൾ ലാക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്രോർസ് ആയിട്ട് കയ്യിൽ കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ആയിട്ട് സാധിക്കും. സെക്കൻഡ് വൺ, പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. ലൈഫ് ഒരു ടെസ്റ്റ് മാച്ച് പോലെയാണ്, ഒരു ലോങ് ടേം ഗെയിം. നമ്മൾ ഒഫൻസീവായിട്ട് പോകുന്നതിന് മുമ്പ് ഡിഫെൻസീവായിട്ട് പോകാൻ ശ്രദ്ധിക്കണം. ബിക്കോസ് ഒരു ബോൾ പുതിയതായിരിക്കുമ്പോൾ അത് ബൗളറുടെ കൺട്രോളിലായിരിക്കും. നമ്മൾ കെയർലെസ് ആയിട്ട് കളിച്ചെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഔട്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിലും നിങ്ങൾ ഒഫൻസീവായിട്ട് പോകുന്നതിന് മുമ്പ് ഡിഫെൻസീവായിട്ട് പോകാൻ പഠിക്കണം. നിങ്ങളുടെ ബേസിക് നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ട് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന ബുക്കിൽ പറയുന്ന പോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം നിങ്ങളുടെ ലൈഫിൽ കൂടിപ്പോയാൽ വേഴ്സ്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കുമെന്ന് തിങ്ക് ചെയ്യൂ. ചിലപ്പോൾ നിങ്ങൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജോബിൽ നിന്ന് നിങ്ങളെ ഫയർ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ഒരാൾക്ക് വയ്യാതാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ലോകത്തെ വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയേക്കാം. ഇതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന വേഴ്സ്റ്റ് പോസിബിൾ ഔട്ട്കം. എന്നാൽ ആ ഒരു വേഴ്സ്റ്റ് പോസിബിൾ ഔട്ട്കമ്മിനെ പോലും നിങ്ങൾ മെൻ്റലി അക്സെപ്റ്റ് ചെയ്ത് അതിനായിട്ടുള്ള സൊല്യൂഷൻ സെർച്ച് ചെയ്യാൻ തുടങ്ങിയാൽ ജോബ് ലോസ് പോലുള്ള അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിൽ ഒരു 3 to 6 month എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.
അതുപോലെ തന്നെ ആക്സിഡൻസ് പോലുള്ള ഒരു അൺനാച്ചുറൽ ഡെത്തിൽ നമ്മൾ ഈ ലോകത്തെ വിട്ടു പോയെന്ന് വെച്ചാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ചെലവിനായിട്ട് പൈസ ഇല്ലാതെയാവും. അതേപോലെ ഒരു ഹൗസിംഗ് ലോണൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ആ ബാധ്യതകളെല്ലാം അവരുടെ തലയിലാവും. സോ ഇതുപോലുള്ള വേഴ്സ്റ്റ് പോസിബിൾ ഔട്ട്കമ്മിന് പറ്റിയ ഒരു സൊല്യൂഷനാണ് ടേം ലൈഫ് ഇൻഷുറൻസ്. ബിക്കോസ് നിങ്ങൾ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒഫൻസീവായിട്ട് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഡിഫെൻസിനെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ലൈഫ് ടൈം ഇൻകമിന് ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. സോ നിങ്ങളുടെ ആനുവൽ ഇൻകം, നിങ്ങൾക്ക് എന്തെങ്കിലും കടമുണ്ടോ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എത്ര പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനില്ലെങ്കിലും എൻ്റെ ഫാമിലിക്ക് ജീവിക്കാൻ സഫിഷ്യൻ്റ് ആയിരിക്കുമെന്ന് ആലോചിക്കണം. യൂഷ്വലായിട്ട് ഇത് നിങ്ങളുടെ ആനുവൽ ഇൻകമിൻ്റെ 20 ടൈംസ് ആയിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. നമ്പർ 3, ദ കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ്. 2 ആള്, രമേശ് ആൻഡ് സുരേഷ്. രമേശിന് ആദ്യം തൊട്ടേ കോമ്പൗണ്ട് പവറിനെ കുറിച്ച് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ 21 വയസ്സ് തൊട്ടേ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. 21 വയസ്സ് തൊട്ട് 13% റിട്ടേൺസ് ഉള്ള ഇൻഡെക്സ് ഫണ്ടിലാണ് രമേശ് ഇൻവെസ്റ്റ് ചെയ്തത്. അതും ഒരുപാട് കാലമൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. അവന് 30 വയസ്സാവുന്ന വരെയേ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. അതിനുശേഷം ഇൻവെസ്റ്റിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. സോ 10 വർഷത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് 2.5 ലക്ഷം. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് 60 വയസ്സിന് ശേഷം വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്യാതെ തന്നെ അത് 2 കോടിക്ക് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ചെറുപ്പം തൊട്ടേ ഇൻവെസ്റ്റ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. എന്നാൽ സുരേഷ് ഇപ്പം തന്നെ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫാമിലിയൊക്കെ ആയതിനു ശേഷം 30 വയസ്സ് തൊട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. രമേശ് 25,000 അല്ലേ ഇൻവെസ്റ്റ് ചെയ്തത്, എന്നാൽ ഞാൻ 60,000 ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് അതേപോലെ 13% റിട്ടേൺസ് തരുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ രമേശിനെ പോലെ 10 വർഷത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് നിർത്താതെ ടോട്ടലായി 30 വർഷത്തിന് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 30 വർഷത്തിൽ സുരേഷ് ഇൻവെസ്റ്റ് ചെയ്തത് 18 ലക്ഷം രൂപ. 2.5 ലാക്സ് എവിടെ, 18 ലാക്സ് എവിടെ? അപ്പോൾ തീർച്ചയായും സുരേഷ് ആയിരിക്കും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. 2 ആൾക്കും 60 വയസ്സാവുന്ന സമയത്ത് സുരേഷ് രമേശിനേക്കാളും 5 ലക്ഷം കുറവായിട്ടാണ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ് അല്ലെങ്കിൽ ലേറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലുള്ള പ്രൈസ് എന്ന് പറയുന്നത്. സോ യങ് ഏജിൽ തന്നെ ഈ വീഡിയോ എല്ലാം കണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ യു ആർ ലക്കി. ബിക്കോസ് വയസ്സായതിനു ശേഷം ഇതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നമ്പർ 4, പേ യുവർ സെൽഫ് ഫസ്റ്റ്. ഇതിനു മുമ്പ് കണ്ട എക്സാമ്പിളിൽ എങ്ങനെ രമേശിന് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഈക്വൽ റിട്ടേൺസ് കൊണ്ടുവരാൻ സാധിച്ചു? അതിന് കാരണം ലൈഫിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അവൻ്റെ പണത്തിനെ അവനെ വേണ്ടി പണിയെടുപ്പിക്കാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് മറ്റുള്ളവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ അവന് തന്നെ അവൻ പേ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഇപ്പോൾ 20,000 ഇൻകം വരുവാണെങ്കിൽ അതിൻ്റെ 10% 2,000 രൂപ അവന് തന്നെ പേ ചെയ്തു. ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബേബിലോൺ എന്ന ബുക്കിൽ പറയുന്ന പോലെ അവൻ്റെ ഇൻകമിൽ ഒരു പെർസെൻറ്റേജിനെ അവന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി മാറ്റിവെച്ചത് കൊണ്ട് തന്നെ അത് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടേയിരുന്നു. അവൻ ഉറങ്ങുമ്പോഴും റെസ്റ്റ് എടുക്കുമ്പോഴും ഈവൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും അത് മൾട്ടിപ്ലൈ ആയി വെൽത്ത് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. സിമ്പിളായ വെൽത്ത് ബിൽഡിംഗ് സീക്രട്ട് ഇതാണ്. നിങ്ങൾ 1 രൂപ ഏൺ ചെയ്താലും അതിൻ്റെ ഒരു പോർഷൻ മാറ്റിവെച്ച് നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ആ പൈസ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുന്ന പോലെ മാറ്റണം. നിങ്ങളുടെ ബാങ്കിൽ തന്നെ ആ പൈസ കിടക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുമാത്രമല്ല ഇൻഫ്ലേഷൻ കാരണം അതിൻ്റെ മൂല്യവും കുറയും. നിങ്ങൾക്ക് തന്നെ പേ ചെയ്യുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ടിക്കറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്പർ 5, 40 years or 10 years. നിങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കണം. നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിന് ശേഷം വെൽത്തി ആവണോ അതോ യങ് ആൻഡ് ഹെൽത്തി ആയിരിക്കുമ്പോൾ തന്നെ വെൽത്തി ആവണോ എന്ന്. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻകമിൽ ഒരു പാർട്ടിനെ നമുക്ക് വേണ്ടി പണിയെടുപ്പിക്കണം. എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം, എന്നാലേ കോമ്പൗണ്ടിങ് മൂലം നമുക്ക് വലിയ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്നാൽ ഈ 30 to 40 വർഷം എന്നത് വലിയ വെയിറ്റിംഗ് ടൈം തന്നെയാണ്. നമ്മൾ അത്രയും കാലം ജീവിച്ചിരിക്കുമോ എന്നതുപോലും ഉറപ്പില്ല. ആ ഒരു സമയത്ത് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും ഇപ്പോൾ യങ് ആയിരിക്കുന്ന സമയത്തുള്ള എനർജി അപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനും പറ്റില്ല. വയസ്സായതിനു ശേഷം വെൽത്തി ആവുന്നത് നിങ്ങളുടെ അടുത്ത ജനറേഷന് ഒരു ബെറ്റർ സ്റ്റാർട്ട് കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ലൈഫ് കൊടുക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട്
ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് സീരിയസ് ആയ ഡിസിഷൻ എടുക്കേണ്ടി വരും. ഒരു 20 to 30 ഇയേഴ്സ് കുറച്ചായി വളർന്ന് കൺസിസ്റ്റന്റ് ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് മറ്റുള്ളവർ സെറ്റ് ചെയ്യുന്ന ലൈഫ് ടേംസിൽ എൻ്റെ കരിയർ പാത്ത് കൊണ്ടുപോയി അവസാന കാലത്ത് വെൽത്തി ആവണോ, അതോ ഒരു 10 വർഷം ഇൻറ്റൻസ് ഫോക്കസ് ആൻഡ് ഡെഡിക്കേഷൻ യൂസ് ചെയ്ത് എൻ്റെ പീക്ക് ടൈം ആൻഡ് എനർജി പ്രോപ്പറായി യൂസ് ചെയ്ത് ഫാസ്റ്റ് ലൈൻ റൂട്ട് സെലക്ട് ചെയ്ത് ഒരു ബിസിനസ് മൂലമോ ഒരു ഇൻവെൻഷൻ മൂലമോ ഞാൻ ചെയ്യുന്ന വർക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുന്ന പോലെ ലോ ഓഫ് എഫെക്ഷൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് പലരുടെയും ലൈഫിലുള്ള ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തോ അല്ലെങ്കിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തോ ഫാസ്റ്റ് ലൈൻ ആയ റൂട്ടിൽ വെൽത്തി ആവണോ എന്ന് ഡിസൈഡ് ചെയ്യണം. ഇതാണ് MJ DiMarco ദ മില്യനെയർ ഫാസ്റ്റ് ലൈൻ എന്ന ബുക്കിൽ പറയുന്നത്. ഇദ്ദേഹം ഫാസ്റ്റായിട്ട് വെൽത്തി ആവണം, യങ്ങായിരിക്കുമ്പോൾ വെൽത്തി ആവണം എന്നൊക്കെ പറയുന്നത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ലോട്ടറി അടിച്ച് റിച്ച് ആവണം എന്നല്ല. ഒരു പ്രോപ്പറായ ജനങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന ബിസിനസ് മൂലമോ സർവീസ് മൂലമോ പലരുടെയും ലൈഫിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാനാവണം. 10 ലക്ഷം ആളുകളുടെ ലൈഫിൽ വെറും 1 രൂപയുടെ പോസിറ്റീവ് വാല്യൂ ചേഞ്ച് കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് ഇൻകം 10 ലക്ഷമായിരിക്കും. ഒരു വർഷത്തിന് 1.2 crores ആയിരിക്കും. എന്നാൽ ഇതിനായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ ആ 5 to 10 years എന്ന ഡെഡിക്കേറ്റഡ് ടൈം എടുത്തേക്കാം. എല്ലാവരും മറ്റുള്ളവരുടെ ബിസിനസ്സിന് വേണ്ടി 20 to 30 years വർക്ക് ചെയ്യുന്നു, എന്നാൽ സ്വന്തം ബിസിനസ്സിന് വേണ്ടി 5 to 10 years മാറ്റിവെക്കുന്നില്ല എന്നാണ് ഓതർ പറയുന്നത്. ഈ റിസ്ക് എടുത്ത് ആ ഒരു ഡെഡിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻവെസ്റ്റിംഗ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഓർ ബാക്കപ്പ് പ്ലാനായി വെച്ച് ജനങ്ങൾക്ക് വാല്യൂ കൊടുത്ത് എങ്ങനെ ഇൻകം ഇൻക്രീസ് ചെയ്യാം എന്നതായിരിക്കണം നിങ്ങളുടെ പ്രൈമറി ഗോൾ. നമ്പർ 6, മോർ ആക്ഷൻ ഇസ് ഈക്വൽ ടു മോർ ലക്ക്. നിങ്ങൾക്ക് ലക്ക് അധികമായിരിക്കണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അധികം ആക്ഷൻസ് എടുക്കൂ. ലക്കിനെ നമ്മൾക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ സാധിക്കില്ല. ചില ആളുകൾക്ക് അത് പെട്ടെന്ന് വരും, ചിലവർക്ക് അത് ലേറ്റ് ആയിട്ട് വരും. എന്നാൽ നിങ്ങൾ കറക്റ്റായ ഡയറക്ഷനിൽ ഒരുപാട് ആക്ഷൻസ് എടുത്തുകൊണ്ടേ ഇരുന്നാൽ, അതായത് ആക്ച്വൽ എക്സിക്യൂഷന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്താൽ, ഒരുപാട് അറ്റംപ്റ്റ്സ് എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ലക്ക് കാരണം സക്സസ് ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ പുതിയതായി ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാണെന്ന് വെച്ചോ. അവർ പഠിച്ച കാര്യങ്ങളെല്ലാം പ്രോപ്പറായി യൂസ് ചെയ്ത് ആ നോളേജ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 10 വീഡിയോ ഇട്ട് സ്റ്റോപ്പ് ചെയ്യുന്നവരെക്കാളും 100 വീഡിയോ ഇട്ടവർക്കായിരിക്കും ലക്ക് വരാൻ ചാൻസ് കൂടുതൽ. ഇല്ലെങ്കിൽ ജോബ് കിട്ടുന്നില്ല, അതിന് ലക്കാണ് കാരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 10 അറ്റംപ്റ്റ് ചെയ്യുന്നതിന് പകരം 100 കമ്പനികൾ അറ്റംപ്റ്റ് ചെയ്യൂ. ഓരോ തവണയും എന്ത് മിസ്റ്റേക്കാണ് ചെയ്യുന്നത്, അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കൂ. ഇനിഷ്യൽ അറ്റംപ്റ്റ്സിൽ ഡിസപ്പോയിൻ്റ് ആവാതെ ഫീൽ ചെയ്യാതെ നിങ്ങളുടെ ആക്ഷൻസ് ഇൻക്രീസ് ചെയ്യൂ. അപ്പോൾ ലക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് വരും. ഒരുപാട് അറ്റംപ്റ്റ്സ് എടുക്കുമ്പോൾ ലോ ഓഫ് ആവറേജസ് കോൺസെപ്റ്റ്സ് നിങ്ങളുടെ ലൈഫിലും വർക്കായി തുടങ്ങും. ഇവൻച്വലായിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലക്കും നിങ്ങളെ വന്ന് ചേരും. 7th one, ക്യാഷ് ഫ്ലോ ഈസ് ഗ്രേറ്റർ ദാൻ നെറ്റ് വർത്ത്. ഒരുപാട് ആളുകൾ ഒരു ഗ്രോത്ത് അറ്റൈൻ ചെയ്തതിന് ശേഷം മന്ത്ലി ഇൻകം വെച്ചല്ല, മറിച്ച് അവരുടെ നെറ്റ്വർത്ത് വെച്ചാണ് അവരുടെ വെൽത്ത് മെഷർ ചെയ്യുക. ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ അസറ്റിൽ നിന്നും ലയബിലിറ്റീസിനെ മൈനസ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. അസറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്റ്റോക്സ്, റിയൽ എസ്റ്റേറ്റ്, ബാങ്ക് ബാലൻസ്, ബോണ്ട്സ്, ഗോൾഡ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഗവൺമെൻറ് സ്കീം, മ്യൂച്വൽ ഫണ്ട്സ്, ക്രിപ്റ്റോ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ലയബിലിറ്റീസിൽ നിങ്ങളുടെ കടങ്ങളെല്ലാം വരും. അത് നിങ്ങളുടെ ഹൗസിംഗ് ലോൺ ആയിരിക്കാം, പേഴ്സണൽ ലോൺ ആയിരിക്കാം, ക്രെഡിറ്റ് കാർഡ് ബിൽസ് ആയിരിക്കാം, എഡ്യൂക്കേഷൻ ലോൺ ആയിരിക്കാം, വിച്ച് മീൻസ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള കടങ്ങൾ. സോ ഈ നെറ്റ്വർത്ത് യൂസ് ചെയ്താണ് ഈ ലോകത്തിലെ സമ്പന്നൻ ആരാണെന്നൊക്കെ കണ്ടെത്തുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫോർബ്സിൽ ഫസ്റ്റ് പ്ലേസിലുള്ളത് ഇലോൺ മസ്ക് ആണ്. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് $430 billion ആണ്. ഇതിൽ മെജോറിറ്റിയും അദ്ദേഹത്തിൻ്റെ ടെസ്ല എന്ന കമ്പനിയുമായിട്ട് ലിങ്ക്ഡ് ആണ്. സോ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് ഇക്വിറ്റി ആയിട്ടാണ് ഉള്ളത്, ക്യാഷ് ആയിട്ടല്ല. ഇതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഷെയർ സെല്ല് ചെയ്തോ ഡിവിഡൻസ് ഡിക്ലെയർ ചെയ്തോ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റും. ഇനി നിങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളിവിടെ ഇൻഡിവിജ്വലാണ്. വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ട് അഗ്രസീവായിട്ട് ഏൺ ചെയ്ത് നിങ്ങളുടെ നെറ്റ്വർത്ത് 5 crore വരെ എത്തിച്ചു. എന്നാൽ ഈ 5 കോടിയും സിറ്റിയുടെ ബോർഡറിലുള്ള ഡെവലപ്പിംഗ് ഏരിയയിലുള്ള ലാൻഡ് ആയിട്ടാണ് ഉള്ളത്. ഒന്നുപോലും ബിൽഡിംഗ് ആയിട്ടില്ല, അതിൽ നിന്ന് ഒരു ഇൻകമും ഇല്ല. അത് അഗ്രികൾച്ചറൽ ലാൻഡുമല്ല, കൃഷിയും ചെയ്യാൻ സാധിക്കില്ല, പെട്ടെന്ന് സെല്ല് ചെയ്യാൻ പറ്റില്ല. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ വെറും ഒരു പേപ്പർ കൊണ്ട് മാത്രമാണ് കോടീശ്വരൻ. നിങ്ങളുടെ ബാങ്കിലേക്ക് റെഗുലറായിട്ടൊരു ഇൻകമും വരുന്നില്ല.
കോടിക്കണക്കിന് വാല്യൂ ഉള്ള ലാൻഡിനെ വലിയ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ക്ലെയിം ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാതിരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു അസറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ക്യാഷും ഇൻവെസ്റ്റ് ചെയ്യാതെ ഡിവേഴ്സിഫൈഡ് ആയിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ ബാലൻസ്ഡ് ആക്കി വെക്കുക. റെഗുലർ ഇൻകം കൊടുക്കുന്ന ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ബോണ്ട്സ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് റെഗുലർ ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പോലെ നോക്കുക. എന്നാലേ നിങ്ങളുടെ അസറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 7 കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.